ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ട 2 കാര്യങ്ങൾ: ഒന്ന് വിവാഹ അന്തസ്സിൽ പ്രവേശിക്കുമ്പോഴും 2 മക്കളെ ജനിപ്പിക്കുമ്പോഴും. ഏറ്റവും കൂടുതൽ തകർന്നുകൊണ്ടിരിക്കുന്നതും ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിട്ടിരിക്കൊണ്ട് 2 മേഖലകളിൽ കഴിഞ്ഞ കാലങ്ങളിൽ ശ്രദ്ധിക്കാതെ പോയതുകൊണ്ടാണ് ഇന്ന് കരഞ്ഞും പല സ്ഥലത്ത് ഓടി നടക്കുന്നത്. ഹല്ലേലൂയ. നമ്മളെന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി പള്ളിയിൽ പോകും. പള്ളിയിൽ പോകുന്നത് എന്തിനു വേണ്ടിയാണ്? മക്കൾ നല്ല വിദ്യാഭ്യാസമാണ്, A+ എല്ലാവർക്കും കിട്ടണമേ, അല്ല എല്ലാ വിഷയത്തിനും A+ കിട്ടണമേ. അടുത്തത് എന്തായി? 12ലേക്ക് അഡ്മിഷൻ കിട്ടണമേ. 12ൽ അഡ്മിഷൻ കിട്ടിക്കഴിയുമ്പോൾ എന്തായി? കർത്താവ് കോളേജിൽ അഡ്മിഷൻ കിട്ടണമേ. കോളേജിൽ കിട്ടിയുമ്പോൾ എൻ്റെ കർത്താവ് ഇനിയൊരു പ്ലേസ്മെൻറ്റ് കിട്ടണമേ. ഇതാണ് കൊച്ചങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രാർത്ഥന. അല്ലേ അല്ലേ? അല്ല, അതല്ലാതെ മാറിയൊരു പ്രാർത്ഥനയില്ലല്ലോ. കൊച്ചങ്ങളെ പഠിപ്പിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ വിശ്വാസം പഠിപ്പിക്കേണ്ടത്. വിശ്വാസം വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ പഠിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ തലത്തിൽ നിന്നിട്ടാണ് അവൻ വിദ്യാഭ്യാസം നേടുന്നത്. വിശ്വാസം പഠിപ്പിക്കാതെ വിദ്യാഭ്യാസം കൊടുത്താലോ എന്നുണ്ടാവും? വിശ്വാസം ഉണ്ടാവില്ല. പഠിച്ചു വരുമ്പോൾ ആര് പുറത്തെന്ന് വെച്ചാൽ അപ്പനും അമ്മയും പുറത്ത്. അതുതന്നെ അല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ് അല്ലേ? കാരണം എന്താ? 12 നിങ്ങൾ 10 കൽപ്പനയും തിരുസഭയുടെ 10 പ്രമാണങ്ങളും 5 കൽപ്പനകളും പഠിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖകരമായിട്ട് ജീവിക്കാം. നിങ്ങൾ ICSE സ്കൂളിൽ വിടണ്ട, CBSE സ്കൂളിൽ വിടണ്ട, കേന്ദ്ര വിദ്യാഭ്യാസത്തിൽ ഒന്നും വിടണ്ട. ഈ 2 കാര്യം ചെയ്താൽ മതി. ധ്യാന കേന്ദ്രങ്ങളെല്ലാം കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്ന സങ്കേതങ്ങളായിട്ട് മാറി. ജോലിയില്ലേ? വാ ജോലി തരാം, 9 തവണ വാ പ്രാർത്ഥിക്കുക, ജോലി കിട്ടും. ജോലി കിട്ടി പിന്നെ അവനെ കാണണമെങ്കിൽ വിവാഹ തടസ്സം നേരിടണം. ഹല്ലേലൂയ. അല്ലേ? ദിനവൃത്താന്തത്തിൻ്റെ പുസ്തകം 15-ാം അധ്യായത്തിൽ 3-ാമത്തെ തിരുവചനത്തിൽ പറയാം, ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുവാൻ പുരോഹിതരെയോ അവിടെ ഉണ്ടായില്ല. ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുക. 1972 കാലഘട്ടത്തിൽ മാർപ്പാപ്പ ജോൺ പോൾ II മാർപ്പാപ്പ പറഞ്ഞൊരു കാര്യമാണ്, ഡയറക്റ്റായിട്ട് ഇവാഞ്ചലൈസേഷൻ ചെയ്യാൻ പറ്റാത്ത സ്ഥലത്തിൽ ഇൻഡയറക്റ്റായിട്ട് ഇവാഞ്ചലൈസേഷൻ ചെയ്യാൻ വേണ്ടി സ്ഥാപനങ്ങൾ ചെയ്യാൻ പറഞ്ഞു. പിന്നെ സ്ഥാപനങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇൻഡയറക്റ്റായിട്ടുള്ള ഇവാഞ്ചലൈസേഷൻ അല്ല നടന്നത്. അവിടെ ധാരാളം പഠനങ്ങൾ നടന്നു. അവിടെ ഈശോയെ കൊടുക്കാൻ ദൈവത്തെ കൊടുക്കാൻ നമ്മൾ മറന്നുപോയി. അതാണ് തകർച്ച. അല്ലേലിയ. നമ്മുടെ സ്ഥാപനങ്ങളിൽ പഠിച്ചു പോകുന്ന, നമ്മുടെ സ്ഥാപനങ്ങളിൽ കഴിവുറ്റ് പഠിപ്പിച്ചു വിടുന്ന അവർ തന്നെയാണ് നമുക്കെതിരായിട്ട് സത്യദൈവത്തെയോ പഠിപ്പിക്കാൻ പുരോഹിതരോ ധീമോ ഇല്ലാതെ ദീർഘകാലം വികസിച്ചു. സത്യദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുക. അല്ലേലിയ. 2 ദിനവൃത്താന്തം 15-ന്റെ 1 തൊട്ട് ഇന്ന് ഒദോമിൻ്റെ മകൻ ദൈവത്തോട് ചേർന്ന് നിന്നപ്പോൾ അവന് ശക്തി കിട്ടി. അതാ പറയുന്നത് അല്ലേ? ദൈവത്തിൻ്റെ ആത്മാവ് ഓദേൻ്റെ മകൻ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ മക്കളിൽ ഉണ്ടാകും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ഉണ്ടെങ്കിൽ, അപ്പോൾ ദൈവത്തെക്കുറിച്ച് പഠിക്കാതെ, ദൈവത്തെ മനസ്സിലാക്കാതെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക്, അപ്പോൾ വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് മുമ്പ് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് മക്കൾക്ക് കൊടുക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സത്യദൈവത്തെ, അങ്ങനെയല്ലേ? സത്യദൈവത്തെ കൊടുത്ത്. ദൈവത്തിൻ്റെ ആത്മാവ് ഓദോമിന്റെ മകൻ അസ്രിയായുടെ മേൽ വന്നു. അവൻ ആശായുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, ആശാ രാജാവേ, യൂദ ബെഞ്ചമിൻ നിവാസികളെ കേൾക്കുവിൻ. നിങ്ങൾ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നിടത്തോളം കാലം, ബെഞ്ചമിൻ ദേശത്ത് നിങ്ങൾ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നിടത്തോളം കാലം അവിടുന്ന് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. അപ്പൊ കർത്താവിന് ആദ്യം ചെയ്യേണ്ട കാര്യം വിദ്യാഭ്യാസപരമല്ല, കർത്താവിനോട് ചേർന്ന് നിൽക്കുക. അതുകൊണ്ടാണ് ഇസ്രായേലിൽ മക്കൾ ജനിച്ചാൽ അവർ 3 വർഷക്കാലം അവർ പഠനത്തിന് വേണ്ടി, അവരുടെ മതപഠനത്തിന് വേണ്ടി അവർ ദേവാലയത്തിൽ കൊണ്ടുവന്ന് സമർപ്പിക്കും. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും കൊണ്ടുവന്ന് സമർപ്പിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്താ വെച്ചാൽ നിങ്ങൾ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന കാലം അവിടുന്ന് നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾ അവിടത്തെ അന്വേഷിച്ചാൽ കണ്ടെത്തും. അപ്പം അന്വേഷിക്കണം, എന്തിനാ? പഠിപ്പിക്കണം. അതുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തെ തോൽപ്പിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം. അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിൽ നിന്ന് പരിശുദ്ധമ്മയെ
ദൈവം തിരഞ്ഞെടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ 3 വർഷം മാത്രമല്ല, ഏകദേശം 12 വർഷം ദൈവത്തെക്കുറിച്ച് അവൾ പഠിച്ചു. ദൈവത്തെക്കുറിച്ച് അവൾ പഠിച്ചു. അല്ലേലിയാം, അല്ലേലിയാം. ലോക വിദ്യാഭ്യാസം കൊടുക്കാൻ പോയെങ്കിൽ ഒരു പക്ഷേ പരിശുദ്ധ അമ്മ ഈ ദൈവത്തിൻ്റെ വാഗ്ദാനം സ്വീകരിക്കില്ല. നമ്മുടെ കുട്ടികൾ ഇന്ന് എന്തുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിൽ നിന്ന്, നമ്മൾ പറയുന്നതിൽ നിന്ന് അകന്നു പോയെന്ന് വെച്ചാൽ അവർക്ക് ദൈവവിശ്വാസമില്ല, ദൈവത്തെക്കുറിച്ച് അവർക്ക് അറിയില്ല. ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അത് നമ്മുടെ മേഖലയിൽ വന്ന ഒരു വലിയ തോൽവിയാണ്, വീഴ്ചയാണ്. ദൈവത്തെക്കുറിച്ച് പഠിക്കുക. ഇവിടെ ആരെങ്കിലും വന്ന് എന്തെങ്കിലും കാര്യം ജോലിക്ക് വേണ്ടിയാണ് എന്തെങ്കിലും വന്ന്, ഞാൻ പറയാറുണ്ട്, ജോലിയല്ല ഇവിടെ പ്രാധാന്യം. ഇവിടെ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തെ ദൈവവുമായിട്ട് ബന്ധിപ്പിക്കുക. ഒരു കയ്യിൽ ഫോൺ ഇരിപ്പുണ്ട്, ആ ഫോണിൽ സിമ്മില്ല, നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. വിളിക്കണേ എന്ത് ചെയ്യും? ആ സിമ്മ് അതിലിട്ട് ആക്ടിവേറ്റ് ചെയ്താൽ മാത്രമേ ടവറുകളുമായിട്ടുള്ള നിങ്ങൾക്ക് ബന്ധം കിട്ടുള്ളൂ, എന്നാലേ വിളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുട്ടികളെ നമ്മൾ ജനിപ്പിക്കുമ്പോൾ അവരെ പഠിപ്പിക്കേണ്ടത് ഈ ബന്ധം കർത്താവുമായിട്ട് സ്ഥാപിക്കണം, വ്യക്തിപരമായിട്ട് ബന്ധം. ഏറ്റവും വലിയ കാര്യമാണ് വചനം പഠിപ്പിക്കുക. അത് 12 വർഷം പരിശുദ്ധ അമ്മ വചനത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഈശോയെ ജനിപ്പിക്കുന്ന സ്ത്രീയെ ശുശ്രൂഷിക്കാനുള്ള ഒരു യോഗ്യത കിട്ടണമേ. അല്ലെങ്കിൽ ദൈവം എന്ത് ചെയ്തു? സ്വർഗം എന്ത് ചെയ്തു? ഉടനെ തന്നെ കോള് പോയി. ആർക്ക് പോയി? ദൂതന് പോയി. ആരോട് വിളിക്കാൻ? പരിശുദ്ധമ്മയെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞു. തിരഞ്ഞെടുത്തില്ലേ? ദൂതൻ വന്നു. എന്താ? കൃപ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി. അവൾ അസ്വസ്ഥതയായി. കാരണം എന്താ? അവൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്, ഒരിക്കലും സംഭവിക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ ദൈവത്തിന് വേണ്ടി ജനിപ്പിക്കുന്ന മക്കളിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും.